കോട്ടയം നാഗമ്പടത്ത് റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് മീനച്ചിലാറിലേക്കുള്ള കൈത്തോട് മാലിന്യവാഹകരാവുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നഗരം പുറന്തള്ളുന്ന മാലിന്യത്താലും മൂടപ്പെട്ടിരിക്കുന്നു തോട്. മാലിന്യം മുഴുവൻ ഒഴുകിയെത്തുന്നത് ആയിരക്കണക്കിന് ആളുകളുടെ കുടിവെള്ള സ്രോതസ്സായ മീനച്ചിലാറിലേക്കാണ്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിക്കില്ലെന്ന ആക്ഷേപമുണ്ട്. കോട്ടയത്ത് നിന്ന് അഖിൽ ചേരുന്നു. അഖിൽ, ആ പ്രദേശത്തെ അവസ്ഥ പറയും. റോഷി, ഈ ഒരു പരിസ്ഥിതി ദിനമായിട്ട് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ വേദനാജനകമായ കാര്യമാണ് എന്നുള്ളതാണ്. അത്രത്തോളം മാലിന്യങ്ങൾ ഈ തോട്ടിലേക്ക്, അതായത് മീനച്ചിലാറിലേക്ക് ഒഴുകിയെത്തുന്ന തോടാണ്. ആ തോട്ടിലേക്ക് ഇത്രത്തോളം മാലിന്യങ്ങൾ ഒഴുകിയെത്തിയിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കൂടുതലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. അതായത് കുപ്പികളും പാത്രങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ ഈ സെവനപ്പിന്റെയും പെപ്സിയുടെ ഒക്കെ കുപ്പികളുണ്ട്. ഇതൊന്നും ആരും കുടിച്ചിടുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്നിടുന്നതോ അല്ല. ഇതൊക്കെ പല സ്ഥലങ്ങളിൽ ഈ തോടിലൂടെ ഒഴുകി വന്ന് ഇത്തരത്തിൽ മീനച്ചിലാറിലേക്ക് വരുന്നതാണെന്നുള്ളതാണ്. നോക്കൂ, ആ വെള്ളത്തിന്റെ ഒരു നിറം നോക്കൂ. എത്രത്തോളം കറുത്ത നിറത്തിലാണ് ആ വെള്ളം നിൽക്കുന്നത്. എത്രത്തോളം ഈ വെള്ളം മലിനമാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇത് നേരെ ഒഴുകിയെത്തുന്നത് ഈ മീനച്ചിലാറുള്ളിലേക്കാണ്. ഇത് മീനച്ചിലാറിലേക്ക് വെള്ളം വരേണ്ട അല്ലെങ്കിൽ മീനച്ചിലാറിന്റെ ആ ജലനിരപ്പ് ഉയർത്തേണ്ട തോട്, പക്ഷേ അത് മാലിന്യം കൊണ്ടുതള്ളുന്ന ഒരു തോടായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. 2017 മുതൽ തന്നെ ഇവിടെയുള്ള ആളുകൾ ഇതിനെതിരെ കൃത്യമായ ശക്തമായ രീതിയിൽ മുനിസിപ്പാലിറ്റിയിലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഒക്കെ പരാതി നൽകുന്നതാണ്. പക്ഷേ യാതൊരു നടപടിയും ഇതിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ വെള്ളം ഇങ്ങനെ ഒഴുകി താഴേക്ക് ചെല്ലുമ്പോൾ ആ പോകുന്ന വഴിക്ക് കുടിവെള്ള പദ്ധതികളുണ്ട്. ഈ വെള്ളമാണ് ശുദ്ധീകരിച്ച ആളുകളെ കുടിക്കാനായി കൊടുക്കുന്നത്. പലരും കുളിക്കാനും അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെള്ളം കൂടിയാണ് ഈ മീനച്ചിലാറിലേക്ക്. അതിലേക്കാണ് ഇത് ഒഴുകിച്ചേർന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷെ അതിലൊരു അധികാര ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഇതിൽ ഉണ്ടാകുന്നില്ല എന്നുള്ള വേസ്റ്റ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ജലസ്രോതസ് തന്നെ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുകയാണ്. ആ പ്രദേശവാസികൾ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ടാവും എന്നുള്ളതാണ് ആലോചിക്കാനുള്ളത്. ആകെ ഇതാണ് കാഴ്ച.